ഏറെക്കുറെ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോം സെക്രട്ടറിയായി കൊടുത്തേച്ച് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് കൊടുത്തേച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തേച്ച് തിരിച്ച് എൻ്റെ നഴ്സിംഗ് ഹോമിൽ ചെന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ആപ്ലിക്കേഷൻ സെക്രട്ടറിയായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അധികം വൈകാതെ ദൈവം അതിൻ്റെ പുറത്ത് പ്രവർത്തിച്ചോളൂ എന്ന്. 5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു, ഡോക്ടർ ബാനർജി വിളിക്കുന്നുണ്ട് വേഗം വരാനെന്ന് പറഞ്ഞു, നോൺ PG ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വരാൻ. അവിടെ ചെന്ന ഉടനെ പുള്ളി പറഞ്ഞു നിനക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നല്ലേ പറഞ്ഞു. താല്പര്യമുണ്ടോ, ഇന്ന് ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് റെഡിയാന്ന് പറഞ്ഞു. അന്ന് ഞാൻ 4 മണി ആയപ്പോഴത്തേക്ക് ജോയിനിങ് ഫോമും സകലതും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യയിലെ നമ്പർ 1 സെൻട്രൽ ന്യൂറോ യൂണിറ്റിൽ ഞാനൊരു ജോലി എടുത്തേച്ച് സൈൻ ചെയ്ത് ജോലി മേടിച്ച് ജോയിനിങ് സർട്ടിഫിക്കറ്റ് ഇട്ട്. എനിക്കൊരു കുഴപ്പമുണ്ട്, ആരെ കണ്ടാലും സാക്ഷ്യം പറയും, എപ്പോഴും സാക്ഷ്യം പറയും, 24 മണിക്കൂറും സാക്ഷ്യം പറയും. ക്യാൻറ്റീനിൽ ചെന്നേച്ച് ആരാണോ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആളോട് സാക്ഷ്യം പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പേഷ്യൻ്റാണോ ജോലിക്കാരനാണോ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. അപ്പോൾ ഒരാൾ വന്നിരുന്നേ, ഹലോ ഞാൻ ജോർജ് കോവൂറാണ്, എനിക്കിപ്പോൾ ന്യൂറോ സർജറിയിൽ അഡ്മിഷൻ കിട്ടി. പുള്ളി എടുത്തവായി പറഞ്ഞു ഞാൻ ഈ ഒരു ഡോക്ടറാണ്, ഇന്നലെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തതാണ്. അയാൾ റിസൈൻ ചെയ്ത പോസ്റ്റിലാണ് ദൈവം എനിക്ക് വഴി തുറക്കുന്നത്, അത്ഭുതകരമായ രീതിയിൽ. അവൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ അവിടെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് ചായ വേണോ, കാപ്പി വേണോ, മസാല ദോശ വേണോ, പൊറോട്ട വേണോ, എല്ലാം ഞാൻ മേടിച്ചു തരാം. അന്ന് സന്തോഷത്തോടെ ഞങ്ങൾ 1.5 മണിക്കൂർ സംസാരിച്ചു. പോകുന്നതിന് മുമ്പേ അവൻ പറഞ്ഞു വെല്ലൂർ CMC ന്യൂറോ സർജറിയുടെ അഡ്മിഷൻ്റെ ഡേറ്റായി, ആപ്ലിക്കേഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞു, തിരിച്ചയക്കാൻ ഇനി 3 ദിവസം കൂടെ ഉണ്ട്, എൻ്റെ കയ്യിൽ ആപ്ലിക്കേഷനുണ്ട്, എനിക്കിത് പ്രയോജനമില്ല, നിനക്ക് വേണേ അയച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയി. ഞാൻ മേടിക്കാത്തൊരു ആപ്ലിക്കേഷൻ, ഞാൻ പൈസ ചിലവാക്കാത്തൊരു ആപ്ലിക്കേഷൻ, ഞാൻ ഡേറ്റ് പോലും അറിയാത്തൊരു ആപ്ലിക്കേഷൻ വേറൊരുത്തനെ കൊണ്ട് മേടിപ്പിച്ച് എൻ്റെ കൈ കൊണ്ട് തന്ന് ആ ആപ്ലിക്കേഷനിലാണ് എനിക്ക് ന്യൂറോ സർജറിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഓർത്ത് നോക്കിയേ, ദൈവം എത്ര നല്ല ദൈവമാണ്, ദൈവം എത്ര നല്ല ദൈവമാണ്. എത്ര പറഞ്ഞാൽ, എത്ര സ്തുതിച്ചാൽ, എത്ര സാക്ഷിച്ചാൽ സാധിക്കും? ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ദൈവം ചെയ്തിരിക്കും. കാരണം ദൈവത്തിൻ്റെ വഴി അഗോചരമാണ്. ആമേൻ. തീർച്ചയായിട്ടും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും വഴിയൊരുക്കുന്നു. ആമേൻ. നമ്മൾ ഈ തൃശ്ശൂരേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ ഒരു പ്രഭാഷകനായി ഈ കയറാൻ സാധിച്ചത്? അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. 10 വർഷം മുരിങ്ങൂർ ശുശ്രൂഷിക്കാൻ എല്ലാ ആഴ്ചയും പോകാൻ. പനക്കലച്ചനും നായപ്പനും പനമ്പലച്ചനൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. പനക്കലച്ചൻ്റെ ബ്രദറിനെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി മൈക്കിൾ കാരിമറ്റ് അച്ഛൻ, അവിടുത്തെ ബൈബിൾ എഴുതിയ അച്ഛൻ, ട്രാൻസ്ലേറ്റ് ചെയ്ത അച്ഛൻ, ആ അച്ഛനെ ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം അവസരം തന്നു. 19 ബാച്ച് ബൈബിൾ കോളേജ് പഠിപ്പിക്കാൻ, മുരിങ്ങൂർ പഠിപ്പിക്കാൻ ദൈവം ചാൻസ് തന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വഴിയായിരുന്നു. ഞാൻ വെല്ലൂരിൽ ഫൈനൽ ഇയർ ആയപ്പോൾ മുരിങ്ങൂർ പോട്ടെ പോയിട്ട് വന്ന് വെല്ലൂരിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നൊരു ഹെലൻ എന്ന് പറഞ്ഞൊരു ഡെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഡെൻറ്റിസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് മുരിങ്ങൂർ നടക്കുന്ന കാര്യങ്ങൾ പറയായിരുന്നു. മുരിങ്ങൂർ ഡിവൈൻ റിട്രീറ്റ് സെൻ്റർ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എനിക്ക് എപ്പോഴെങ്കിലും അവിടെ ഒന്ന് പോയി സാക്ഷിക്കാൻ നീ ഒരു അവസരം തരണേന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തൃശ്ശൂർ ഒരു ജോലി വെസ്റ്റ്ഫോർട്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നത്, ഞാൻ ന്യൂറോ സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി കണ്ണു അടച്ച് ഞാൻ ആ ജോലി എടുത്തു. ജോലി ചെയ്തേച്ച് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി വഴി തിരുവല്ലായ്ക്ക് വരുമ്പോൾ മുരിങ്ങൂർ പാസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ പറയും, കർത്താവേ ഇവിടെ എനിക്ക് സാക്ഷിക്കാനുണ്ട്, നീ അതിനൊരു വഴി തുറക്കണേ. ഇത്രയും മാത്രം പറഞ്ഞേച്ച് ഞാൻ ക്രോസ് ചെയ്യും. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പനക്കലച്ചൻ ഈനാശു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ, പെട്രോൾ പമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ എൻ്റെ അടുക്കലേക്ക് വിട്ടേച്ച് പറഞ്ഞു, പനക്കലച്ചൻ ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ ഒരു ദിവസം വന്നൊന്ന് സാക്ഷ്യം പറയാമോ എന്ന്. ഞാൻ ഒരു ദിവസം പോയത് 10 വർഷമാക്കി ദൈവം മാറ്റി. സ്ഥിരം സാക്ഷ്യം പറയുവാനും ദൈവ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാനും മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കുവാനും അനേക ജീവിതങ്ങളോട് സത്യസുവിശേഷം ഒരു വിഷമം കൂടാതെയും ഒരു മടി കൂടാതെയും ഒരു തടസ്സം കൂടാതെയും പ്രാർത്ഥിക്കാൻ, അനേക ആയിരങ്ങൾ സൗഖ്യമാകുന്നത് കാണുവാൻ ദൈവം വലിയ ഭാഗ്യം തന്നു. അത് ദൈവം തുറന്നൊരു വഴിയാണ്. ആർക്കും അടയ്ക്കാൻ വയ്യാത്തതും ആർക്കും തുറക്കാൻ വയ്യാത്തതുമായ ഒരു വഴിയാണ്. അതിനൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റെയ്നാഡ് ബോങ്കെ എങ്ങനെ അവിടെ കൊണ്ടുപോയത്? അത് അതിനേക്കാട്ടിലും വലിയൊരു സംഭവമാണ്. ഞാനിങ്ങനെ മുരിങ്ങൂർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവാഞ്ചലിസം ബൈ ഫയർ എന്ന് പറഞ്ഞിട്ട് റൈൻഹാർഡ് ബോങ്കെ എഴുതിയൊരു ബുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തൃശ്ശൂരുള്ളൊരു പോൾ, KV പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നേച്ച് പറഞ്ഞു, ഡോക്ടർ ഇത് വായിക്കണം. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ ഭയങ്കര അതിശയം ചോദിക്കും, തീരെ ഇവാഞ്ചലിസം ബൈ ഫയർ. ഞാനിത് വായിച്ചു പറഞ്ഞു, കർത്താവ് ഈ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. ആ ആഴ്ച ഞാൻ അവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർ PM തോമസ് എന്ന് പറഞ്ഞാൽ PM തോമസിൻ്റെ ഒരു ചർച്ചിലാണ്. ആ ചർച്ചിൽ 3 ദിവസം കൺവെൻഷനുണ്ട്. അതിൻ്റെ ലാസ്റ്റ് 2 ദിവസമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ലാസ്റ്റ് ദിവസം ശനിയാഴ്ച വൈകിട്ട് പാസ്റ്ററിൻ്റെ കൂടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, 2-3 മാസത്തിനുള്ളിൽ റെയ്നാഡ് ബോങ്കെ കൊച്ചിയിൽ വരാൻ പോവുകയാണ്. പക്ഷേ ഈ ഞായറാഴ്ച റെയ്ൻഹാർഡ് ബോങ്കയുടെ ബ്രദർ റോൺ ഷോയും വേറെ കുറച്ച് പേരും കൂടെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരുള്ള 8 സഭ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര അതിശയായി.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓർത്തത് ദൈവം തന്നെ ഒരുക്കിയ വഴിയാണ്. ഞാൻ പറഞ്ഞു ഏത് സഭയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. എല്ലാവരും മിണ്ടാതിരുന്നു. അവർക്കൊക്കെ അറിയാം ഏത് സഭയാണ്. പക്ഷേ നമുക്കങ്ങനെ ആരെയും അങ്ങനെ ഉൾക്കൊള്ളിക്കാനൊന്നും അത്ര എളുപ്പമല്ല. എന്തിനാ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നത്, ഞങ്ങളൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഒന്നും മിണ്ടിയില്ല. ഞാനും ചിരിച്ചുകൊണ്ട് പോയി. ഞാൻ ഓർത്ത് ഇത്രയും സ്നേഹത്തിൽ വിളിച്ചു, ഭക്ഷണമൊക്കെ തന്നു, പ്രസംഗിക്കാൻ അവസരവും തന്നു, എന്നിട്ട് ബാക്കി കാര്യത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാവിലെ, ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചേച്ച് ഈ ബുക്ക് എടുത്ത് വായിച്ച് കിടക്കുമ്പം ബേബിയേട്ടൻ എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ടായിരുന്നു, പ്രായമുള്ള ഒരാളാണ്. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ചോദിച്ചു എന്താ? റെയിൻഹാർഡ് ബോങ്കയുടെ ബ്രദർ റോൺ ഷോ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്, 8 സഭ വിസിറ്റ് ചെയ്തു, ഡോക്ടറെ കാണാൻ ആഗ്രഹമുണ്ട്, അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അത്ഭുതം എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു ഉടനെ വരാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് 5-10 കാർ എൻ്റെ വീടിൻ്റെ മുമ്പിലായി. റോൺ ഷോ എൻ്റെ വീടിൻ്റെ ഉള്ളിലായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ അളിയനെ കാണണമെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറയും, കാത്തലിക്സിൻ്റെ ഇടയിലുള്ളതാണ്. റോൺ ഷോയെ ഒന്ന് അഡ്വൈസ് ചെയ്ത് റെയിൻഹാർഡ് ബോങ്കെ അവിടെ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഞാനൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രോഷേഴ്സ് എല്ലാം എനിക്ക് തന്നു. ഇനിയിപ്പം ഇവർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പനക്കലച്ചനോടും അവിടെയുള്ള റിട്രീറ്റ് സെൻറ്റർ ആൾക്കാരോട് ചോദിക്കണമല്ലോ. അത് ഞാൻ പോക്കറ്റിൽ ഇട്ടേച്ച് അടുത്ത പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ 5 മണിക്കാണ് ഞാൻ മുരിങ്ങൂർ പോകുന്നത് പ്രസംഗിക്കാൻ. 3 മണിക്കൂർ നീണ്ട സെഷനാണ്. അത് 6 മണിക്ക് തുടങ്ങിയാൽ 9 മണിക്കേ നിൽക്കുകയുള്ളൂ. സെഷൻ ഇടയ്ക്ക് 2 ഗ്യാപ്പുണ്ട്. ആ സമയത്ത് പനക്കലച്ചൻ്റെ സൈഡിലിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ റെയിൻഹാർഡ് ബോങ്കെ ഇവിടെ വരാൻ എന്താ അച്ഛന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഒരാഴ്ചത്തേക്ക് വേണേൽ വിളിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 ദിവസത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, എറണാകുളത്ത് വരുന്നുണ്ട്, പ്രോഗ്രാം അറേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം റെയിൻഹാർഡ് ബോങ്കയെ മുരിങ്ങൂർ കൊണ്ടുവരുവാനും ആ കർത്തദാസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു വലിയ ആത്മശക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറത്തേക്ക് അടിക്കാനും ഒരു 5-10 മിനിറ്റ് മിണ്ടാതെ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്താനും ഇടയായി. ആ ശക്തി ഒരു ഭയങ്കര ശക്തിയായിരുന്നു. അത് ഉണ്ടാകാനും വലിയൊരു സംഭവമായിരുന്നു. റെയിൻഹാർഡ് ബോങ്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. പ്രസ്സിലുള്ള ആൾ എന്നോട് ചോദിച്ചു ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും 1000കണക്കിന് അത്ഭുതം കാണുന്ന എനിക്ക് എന്താ അത്ഭുതം ഏറ്റവും വലുത് പറയാൻ, എന്നാലും പറയാം, ആഫ്രിക്കയിലുണ്ടായ ഒരു അത്ഭുതമാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു സ്ത്രീ മൈ ബേബി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? സ്റ്റേജിൽ കയറി ഉടനെ എൻ്റെ ബേബി 10 ദിവസം മുമ്പ് ഗർഭത്തിൽ മരിച്ചു കിടക്കായിരുന്നു. നിങ്ങൾ വരുന്നു എന്നറിഞ്ഞിട്ടാണ് ഞാൻ അബോർഷൻ എടുക്കാൻ. ഡോക്ടർമാർ അത് എടുത്തു കളയാൻ പറഞ്ഞു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടി ചലിക്കാൻ തുടങ്ങി. ഉടനെ റെയിൻഹാർഡ് ബോങ്കെ പറഞ്ഞു, ജീസസ് നോട്ട് ഓൺലി റേസസ് പീപ്പിൾ ഫ്രം ദ tomb ബട്ട് ഓൾസോ ഫ്രം ദ ബൂം. ശവക്കല്ലറയിൽ നിന്ന് മാത്രമല്ല, ശവക്കോട്ടയിൽ നിന്ന് മാത്രമല്ല, ഗർഭാശയത്തിൽ നിന്നും ദൈവം മരിച്ചവനെ ജീവിപ്പിക്കുന്നു. ഇത് പറഞ്ഞ് കൈ ഇങ്ങനെ വെക്കുകയും എൻ്റെ പുറത്തോട്ട് ഒറ്റയാട്ടി ഒരു ശക്തി. ഞാൻ 8 വയസ്സിൽ അഭിഷേകം പ്രാപിച്ചതാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹാളിൽ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റം വരെ തെറിച്ചു പോയതാണ് ഒറ്റയടിക്ക്. പല പ്രാവശ്യം ഈ ശക്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും ആ ശക്തിയുടെ പുറത്താണ് ഓടുന്നത്. പക്ഷേ അന്ന് അടിച്ചൊരു ശക്തി ഭയങ്കര ശക്തിയായിരുന്നു. എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. കുറേ നേരത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 6 മണിക്ക് പിന്നെ റെയിൻഹാർഡ് ബോങ്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. 6 മണി വരെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. 6 മണിക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് എനിക്ക് ഓടിക്കാൻ വയ്യാത്ത പോലെ ദൈവശക്തി ശരീരത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ആത്മശക്തിയുടെ വ്യാപാരം. അത്യുന്നതൻ്റെ ശക്തി നിഴലിടുന്നു എന്ന് നാം തിരുവഴുത്തിൽ വായിക്കുന്ന പോലെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം താങ്കളുടെ ജീവിതത്തിൽ ദൈവം അനുഭവിച്ചറിയാൻ അവസരം നൽകി. താങ്കൾ തൃശ്ശൂർ ആരംഭിച്ച ഹോസ്പിറ്റൽ തുടങ്ങാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? ഞാൻ ആദ്യം വർക്ക് ചെയ്തത് വെസ്റ്റ് ഫോർട്ടിലാണ് 4 വർഷം. പിന്നെ വർക്ക് ചെയ്തത് 10 വർഷം ഹാർട്ട് ഹോസ്പിറ്റലിലാണ്. ഹാർട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മിഷൻ ഹോസ്പിറ്റലിൽ ടേക്ക് ഓവർ ചെയ്യാൻ എന്ന് പറഞ്ഞു. അതൊരു കാരണം. 2, ഒരു ഹോസ്പിറ്റലിലോട്ട് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്താൽ രാത്രി കോൾ എടുക്കണം, ലീവ് എടുക്കാൻ പറ്റില്ല, സുവിശേഷത്തിന് പോകാൻ പറ്റില്ല. പെയ്ഡ് ലീവും അൺപെയ്ഡ് ലീവും ക്യാഷ് ലീവും ഒക്കെ എടുത്തു പോയാലും നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവർക്കൊരു പ്രയാസമാണ്. ഇനി അധികം സമയം ബാലൻസ് ഇല്ല, കർത്താവ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് വിചാരിച്ചു. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ കൈ വെളിയിലോട്ട് പോയിൻ്റ് ചെയ്തേച്ച് അവിടെ ദൈവം എനിക്കൊരു ഹോസ്പിറ്റൽ തരാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതേ പോയിന്റിൽ ഇന്ന് ദൈവം ശക്തനിൽ തൃശ്ശൂരിൻ്റെ നടുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആശുപത്രി 2004 പണിത് തീർക്കാൻ ദൈവം കൃപ തന്നു. 12 വർഷമായി ഒരു കുഴപ്പവുമില്ലാതെ ഇന്നും അനേകായിരങ്ങൾ വന്ന് സൗഖ്യമാകുവാനും അനുഗ്രഹം പ്രാപിക്കാനും ദൈവം കൃപ തന്നു. അത് ജസ്റ്റ് ദൈവത്തിൻ്റെ ഒരു കരമാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പോലും പണിയാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. മുഴുവൻ ദൈവമാണ് നടത്തിയത്. ഹല്ലേലൂയ പറഞ്ഞ് പുസ്തകം പിടിച്ച് ദൈവത്തിൻ്റെ പുറകെ പോയാൽ
നിൻ്റെ സകല കാര്യവും ദൈവം ചെയ്തിരിക്കുമെന്നുള്ള എൻ്റെ ജീവിത അനുഭവമാണ്. മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ സകലതും ലഭിച്ചിരിക്കും. ദൈവത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കോളും. ദൈവം ആരുടെയും കടക്കാരനല്ല. സമയം കൊടുത്താൽ സമയം കിട്ടും, പൈസ കൊടുത്താൽ പൈസ കിട്ടും, ആരോഗ്യം കൊടുത്താൽ ആരോഗ്യം കിട്ടും. എന്ത് ദൈവത്തിന് വേണ്ടി കൊടുത്തോ 100 ഇരട്ടി മടക്കി ദൈവം തരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നല്ലേ? ആമേൻ. അതാണല്ലോ ജീവിതത്തിൻ്റെ അനുഭവം. തീർച്ചയായും. ഹാർട്ട് അറ്റാക്ക് ജീവിതത്തിലുണ്ടായപ്പോൾ എങ്ങനെയാണ് അതിനെ വിശ്വാസത്താൽ മറികടന്നത്? അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരു രോഗിയായി തീരുമെന്ന്. എക്സസൈസ് ചെയ്യും, ജിം എടുക്കും, ഓടും ചാടും ഒക്കെ ചെയ്യും, 8-10 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കരുതിയിരുന്നത്. സിംഗപ്പൂരിലൊരു സ്റ്റാർ ക്രൂസ് എന്ന് പറഞ്ഞൊരു ക്രൂസിന് പോകാനിടയായി തീർന്നു. കുറേ ഡോക്ടർമാരുണ്ടായിരുന്നു. അപ്പം പോകുന്നതിനിടയ്ക്ക് അവിടെ ആ ക്രൂസിനകത്ത് ഒത്തിരി പരിപാടികളുണ്ട്. പക്ഷേ എനിക്ക് അതിനകത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം 3 ദിവസം അടുപ്പിച്ച് ഞാൻ ജിം ചെയ്യാൻ തീരുമാനിച്ചു. മണിക്കൂറുകൾ സാധാരണ ചെയ്യുന്ന മറ്റേ അരമണിക്കൂർ 3/4 മണിക്കൂർ ചെയ്യുന്നത് ഇത് കുറേ എക്സ്ട്രാ ചെയ്തു. ഒരു കൊറിയൻ ജിം ട്രെയിനറും ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ കുറേ എക്സസൈസും പുതിയ പരിപാടികളൊക്കെ ചെയ്തു. 3-ാമത്തെ ദിവസം ചെയ്തേച്ച് താഴോട്ട് ഇറങ്ങി വന്നപ്പം പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല, പക്ഷേ ഒരു ഇച്ചിരി ടയർഡായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് കുളിച്ചേച്ച് ഈ ജക്കൂസി എന്ന് പറയുന്ന ചൂടുവെള്ളമുണ്ട്, അത് അതിനകത്ത് പോയി ഒന്ന് കുളിച്ചേച്ച് മുറിയിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്ന് വാഷ് ചെയ്തിട്ട് ഈ ജക്കൂസി കയറി കിടന്നു. ജക്കൂസിയിലോട്ട് കയറി കിടന്നതും ഒരാന എൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്ന പോലെ തോന്നി. ശ്വാസം കിട്ടുന്നില്ല, ശരീരം തണക്കുന്ന പോലെ ആയി, ആകെ പ്രശ്നമായി. ഭയങ്കര ചൂടുവെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിനകത്തുനിന്ന് ഇറങ്ങി കുളിച്ച് നേരെ ഓപ്പോസിറ്റുള്ള കോഫി ഷോപ്പിൽ ചെന്ന് ഒരു ചായ മേടിച്ച് കുടിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ഹണിമൂൺ കപ്പിളാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അവർ നോക്കിയേച്ച് പറഞ്ഞു, സംതിങ് ഈസ് ഗോയിങ് റോങ് വിത്ത് യു, വാട്ട് ഈസ് ഹാപ്പനിങ്? ഐ സെഡ് എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും ഞാൻ പ്രശ്നങ്ങളെ കാണാറില്ല, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പ്രശ്നം വന്നാലും എല്ലാം നല്ല നന്മയ്ക്കാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓർത്ത് അന്ന് എക്സസൈസ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ല ക്ഷീണം വന്നായിരിക്കും. എൻ്റെ മുറിയിൽ ഞാൻ പോയി ഡെക്കി താഴെ പോയി കിടന്നു. പക്ഷേ അപ്പോഴത്തേക്ക് കണ്ണ് താഴുന്നു, കൈ വറയ്ക്കുന്നു, മുഴുവൻ സ്വെറ്റ് ചെയ്യുന്നു, സംഭവം പ്രശ്നമാണ്. ഞാൻ എമർജൻസി പ്രസ് ചെയ്തു, പെട്ടെന്ന് അവർ ICU കൊണ്ടുപോയി. ICU ചെന്ന് ECG എടുത്ത് നോക്കിയപ്പോൾ എഡ്വേർഡ് എന്ന് പറഞ്ഞൊരു ബർമീസ് ഡോക്ടറായിരുന്നു. പുള്ളി നോക്കി വെച്ച് ഭയങ്കര പ്രശ്നമാണെന്ന് മനസ്സിലായി. പുള്ളി പറഞ്ഞു, ഇപ്പം തന്നെ എയർ ലിഫ്റ്റ് ചെയ്യണം, ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എയർ ലിഫ്റ്റ് ചെയ്യാനൊന്നും വരുന്നില്ല, ഞാനിവിടെ കിടന്നോളാം. അങ്ങനെയാണ് എഴുതി തരണമെന്ന് പറഞ്ഞു. ആ ECG എൻ്റെ കയ്യിലോട്ട് തരാൻ പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചത്ത മനുഷ്യൻ്റെ ECG പോലെയാണ്. ഞാൻ ഓർത്ത് ഇതായാലും എൻ്റെ ആകില്ല, ഇനി മെഷീൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. നാവിനടിയിൽ ഇടാനുള്ള കുറേ മരുന്നൊക്കെ തന്നു. എന്നിട്ട് എന്നെ മുറിയിലോട്ട് മാറ്റി. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്താലാണ്. അപ്പോൾ വെല്ലൂർ അഡ്മിഷന് മുമ്പ് തലേ രാത്രിയിൽ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ, സ്പോൺസേർഡ് അല്ല, വെല്ലൂരെ ഗ്രാജുവേറ്റ് അല്ല, ബോണ്ട് ചെയ്തിട്ടില്ല, നോൺ PG ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അന്ന് രാത്രി ദൈവം എനിക്കൊരു വചനം തന്നു. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. അത് തിന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം വഴി തുറന്നു. ഡോക്ടർ JK എബ്രഹാം പ്രൊഫസർ അത്ഭുതകരമായ രീതിയിൽ എന്നെ അവിടെ സെലക്ട് ചെയ്യാൻ ഇടയാക്കി തീർത്തു. അത് കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന എക്സാമിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അത് കഴിഞ്ഞ ശേഷം ഈ സംഭവം ഉണ്ടായപ്പോഴും അന്ന് അവിടെ കപ്പലേ കിടന്നുകൊണ്ട് ഞാൻ മരിക്കുകയില്ല, ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ ഘോഷിക്കുമെന്ന് വീണ്ടും 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 പറയാൻ ഇടയായി തീർന്നു. അതുമാത്രമല്ല, എൻ്റെ അപ്പച്ചനും അമ്മച്ചും ജീവിച്ചിരിപ്പുണ്ട്. ഒരു കാരണവശാലും എൻ്റെ ശവം അവരുടെ മുമ്പിൽ പോകാൻ അനുവാദമില്ല, അത് അവർ കാണാൻ അനുവാദമില്ല. ദൈവം എനിക്ക് ജീവൻ തരും എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ തിരിച്ച് അന്ന് അവിടെ ഒരു മാർത്തോമ റിട്രീറ്റ് ഉണ്ടായിരുന്നു. അതും നടത്തിയ ശേഷം കുറച്ച് നൈറ്റ് സഫാരിയൊക്കെ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് 3 ദിവസം അടുപ്പിച്ച് കിടക്കേണ്ടി വന്നു. 4 ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ വന്ന് ഞാൻ ആരെയും ഒന്നും വിവരം അറിയിച്ചില്ല. വെള്ളി ശനി കഴിഞ്ഞ് ഞായറാഴ്ച റൗണ്ട്സിൻ്റെ സമയത്ത് ഡോക്ടർ മോളി എന്ന് പറഞ്ഞ ENT സർജൻ എൻ്റെ കൂടെ റൗണ്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോളി ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ പോലെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ഹസ്ബൻഡ് കാർഡിയോളജിസ്റ്റാണ്, ഡോക്ടർ ജോയ്. പെട്ടെന്ന് പോയി ജോയിനെ ഫോൺ എടുത്ത് വിളിച്ചു ഉടനെ വെടിപ്പിച്ചു. ECG എടുത്ത് നോക്കിയപ്പോൾ പ്രോബ്ലമാണ്. ഞാൻ എന്നിട്ട് പോയി ഒന്നും വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് ഇവരെല്ലാം കയറി വന്നു പറഞ്ഞു, ആൻജിയോഗ്രാം എടുക്കണം, ഞങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. ഭാര്യയെ ഞങ്ങൾ വിളിപ്പിച്ചിട്ടുണ്ട്, ആളിപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് എന്നെ കാത്ത് ലാബിലോട്ട് കൊണ്ടുപോയി. ആൻജിയോഗ്രാം ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോൺസൺ എന്ന് പറഞ്ഞ റേഡിയോഗ്രാഫർ ഒരു കാത്തലിക് കരിസ്മാറ്റിക് ബോയാണ്. അവൻ അയ്യോ എന്ന് വിളിക്കുന്ന ബാക്ക് ഫ്ലോറിൽ നിന്ന് എനിക്ക് കേൾക്കാം. എനിക്ക് ആൻജിയോഗ്രാം കണ്ട ഒരു പിടിയില്ല, ഞാൻ ന്യൂറോ സർജനാണ്, കാർഡിയോളജി കണ്ടാലൊന്നും പിടി കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർമാരെല്ലാം എൻ്റെ സൈഡിൽ വന്നു വെച്ച് ആകെ സീരിയസ് ആ പ്രശ്നമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ആൾ സിംഗപ്പൂരിൽ നിന്ന് ഇവിടം വരെ എത്താമെങ്കിൽ ദൈവത്തിന് വേറെ എവിടെ വേണേലും എത്തിക്കാമെന്ന് എനിക്കറിയാം. 7 ആഴ്ചയ്ക്ക് ഇത്രയും ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ മരുന്ന് ചെയ്യാം, ഇഞ്ചക്ഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ഒന്നും കാര്യമില്ല. ആൻജിയോഗ്രാമിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? LAD, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയും ഹാർട്ടിൻ്റെ മെയിൻ ആർട്ടറി 100% ബ്ലോക്കായിരുന്നു. വേറെ വല്ലവരും ആയിരുന്നേ ഓൺ ദ സ്പോട്ട് പോയേനെ. ദൈവത്തിൻ്റെ കരമാണ് എന്നെ പിടിച്ചിരുന്നത്. ഞാൻ മരിക്കില്ല, ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കും. ഇന്നൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്. 2002 ചെയ്തത്.
അതിനുശേഷവും ഒരു നിമിഷം പോലും എങ്ങും കിടക്കാതെയും ഇരിക്കാതെയും കഴിഞ്ഞ 14 വർഷവും ഒരേ സ്പീഡിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ ദൈവം കൃപ തന്നു. ഞാനൊരു ഹൃദ്രോഗിയല്ല, എന്നിലുള്ള ഒരു രോഗത്തിനും എൻ്റെ മേൽ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. എനിക്കുള്ള ശക്തിയും എനിക്കുള്ള ബലവും എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ അനുദിനം ചെയ്യുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. വാസ്തവത്തിൽ താങ്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളൊരു ഘോഷയാത്രയാണ്. പടിപടിയായുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളും കരുതലുകളും കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ യാക്കോബായ പള്ളികളിലൊക്കെ പ്രസംഗകനായി മർത്തോമ പള്ളികളിലൊക്കെ എത്താറുണ്ടല്ലോ. അതിൻ്റെ വഴി തെളിച്ച ദൈവത്തിൻ്റെ ഇടപെടൽ എന്തായിരുന്നു? ഒന്നാമത്തെ സംഗതി, എന്നെ സംബന്ധിച്ചിടത്തോളം മാർത്തോമ, യാക്കോബ, CSI, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല. ഇത് മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യനെയാണ്. ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രക്തം ചുമന്നായിരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന RBC സെയിമാണ്. എല്ലാ മനുഷ്യൻ്റെയും പല്ലും എല്ലും ഒരുപോലെ ഇരിക്കുന്നത്. മാർത്തോമയുടെ പല്ല് കറുത്തും CSIയുടെ പല്ലും വെളുത്തുമല്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് എനിക്ക് പെന്തക്കോസെന്നോ RC-ന്നോ PC-ന്നോ DC-ന്നോ ഒരു വ്യത്യാസമില്ല. ദൈവ പൈതലാണോ അല്ലയോ, നിന്നെ ഭരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ അതോ പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ, നീ നിത്യജീവൻ്റെ പങ്കാളിയാണോ നീ നാശത്തിലേക്കാണോ പോകുന്നത്, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ നീ അവിശ്വാസിയാണോ? ഇതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ എനിക്ക് വേറൊരു ചോദ്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരിലുള്ള നന്മയെ കാണുകയുള്ളൂ, തിന്മ കാണില്ല. അപ്പോൾ 10 വർഷം മുരിങ്ങൂര് പോയി. ഈ 10 വർഷവും അവിടെ ചെന്ന് ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അവിടെ വന്ന് ഒത്തിരി ആൾക്കാർക്ക് സൗഖ്യം പ്രാപിക്കുവാനും അവിടെ വന്ന് ഒത്തിരി പേര് വചനം കേൾക്കാനും ഒത്തിരി പേര് മാനസാന്തരപ്പെടാനും സ്നാനപ്പെടാനും ദൈവം ഭാഗ്യം കൊടുത്തു. ഒരിക്കൽ പോലും സ്നാനത്തെക്കുറിച്ച് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചിരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയ ചെയ്തോളും. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ യഹോവയല്ലോ. അപ്പോൾ ദൈവമാണ് ഇതിനെല്ലാം വഴിയൊരുക്കുന്നത്. ഇന്ന് ദൈവം യേശു ലോകത്തിൻ്റെ രക്ഷിതാവാണ്. യേശു ഒരു സഭയുടെയോ സമുദായത്തിൻ്റെ കുത്തകയല്ല. ജീസസ് ഈസ് ദ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ്. പണ്ട് ദൈവം മനുഷ്യനുമായിട്ട് അകന്നിരുന്നു. യേശു ജനിച്ചപ്പോൾ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇന്ന് ദൈവം നമ്മുടെ ഓരോരുത്തരുടെ കൂടെയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. ഈ നിമിഷം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ജനിച്ച ചെറിയ പൈതലായിരിക്കുന്ന സമയം തൊട്ടേ ദൂതന്മാരുടെ കാവലും 24 മണിക്കൂറുമുള്ള ദൈവസാന്നിധ്യം വിട്ടുമാറാതെ ഇന്ന് വരെ അനുഭവിപ്പാൻ ദൈവം കൃപ തന്നു. എനിക്ക് ഇന്നെന്ന് പോലെ നല്ല ഓർമ്മയുണ്ട്. വീട്ടിലൊരു ഭൂതത്തെ ഇറക്കാൻ വന്നപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂതം ഇളകുമ്പോഴെല്ലാം അവരിറങ്ങുന്നത് എന്താണെന്ന് കാണാൻ ഞാനിങ്ങനെ വരും, അവർ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട്. അപ്പം ഞാൻ വന്ന് അങ്ങനെ കർട്ടൻ പൊക്കി ഇങ്ങനെ നോക്കിയപ്പോൾ ഭൂതം ഫുൾ ഔട്ട് ഇറങ്ങാതിരിക്കുക. അപ്പോൾ ഫാദർ ചോദിച്ചു, എന്താ ഇറങ്ങാൻ പോകാൻ ഇതല്ലേ? പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ അവർ പറയാണ്, ഞങ്ങളിവിടെ വന്നിരുന്നു, ബാക്കിൽ നിൻ്റെ മക്കൾ കളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മക്കൾ, അവരെ തമ്മിലടുപ്പിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഹോ, എങ്ങനെ അടുക്കാൻ പറ്റുന്നു? ദൈവദൂതന്മാരുടെ കാവലല്ലേ. ചെറിയ പ്രായത്തിൽ പിടികിട്ടി ദൈവദൂതന്മാരുടെ കാവലാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഒരു മനുഷ്യനും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നരകം ദൈവം ഉണ്ടാക്കിയത് സാത്താനും അവൻ്റെ സേനയ്ക്കും വേണ്ടിയിട്ടാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ പാപയാഗമായി ഇന്നേക്ക് 2000 വർഷം മുമ്പ് കാൽവറിയിൽ വിട്ടു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് എനിക്ക് സമുദായ വ്യത്യാസം അന്നുമില്ല ഇന്നുമില്ല. എവിടെ അവസരം കിട്ടിയാലും എന്നെ അവിടെ കൊണ്ടുപോകും. അതിൻ്റെ കാര്യം, ഞാനിങ്ങനെ സമുദായ വ്യത്യാസമില്ലാതെ ഓടുന്നത് കൊണ്ട് ഒത്തിരി അച്ഛന്മാർ എനിക്ക് ഫ്രണ്ട്സുണ്ട്, ഒത്തിരി ബിഷപ്പുമാർ എനിക്ക് ഫ്രണ്ട്സുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഉള്ളിൽ ഡിവൈൻ ഹീലിങ്ങിനെ കുറിച്ച് ഒരു ദിവസം റിട്രീറ്റ് എടുക്കാൻ ബിഷപ്പ് ഇനോഗ്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് അച്ഛന്മാർ മാത്രമുള്ള സ്ഥലത്ത് റിട്രീറ്റ് എടുക്കാൻ ദൈവം കൃപ തന്നു. ചുണങ്ങംവേലി എന്ന് പറയുന്ന ആശ്രമത്തിൽ 200-300 കന്യാസ്ത്രീമാർ മാത്രം താമസിക്കുന്ന ആശ്രമത്തിൽ റിട്രീറ്റ് എടുക്കാൻ ദൈവം അവസരം തന്നു. പല ഇതുപോലത്തെ കന്യാസ്ത്രീമാരും അച്ഛന്മാരുമുള്ള പല ഇടത്ത് പോകാനിടയായി. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലത്ത് പോകാൻ കാര്യം, അവിടെയുള്ള യാക്കോബ ചർച്ചുകളിൽ ഒരു ചെറിയ ചലനമുള്ള ഒരു കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഉള്ള ചില ഫ്രണ്ട്സിനെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അപ്പോൾ അവരച്ഛനോട് പറഞ്ഞിട്ട് എന്നെ അവിടെ വിളിക്കാനിടയായി. 1 വർഷം വിളിച്ചപ്പോൾ സന്തോഷം തോന്നി, 2ാമത്തെ വർഷം വിളിച്ചപ്പോൾ സന്തോഷം തോന്നി, 3ാമത്തെ വർഷം വിളിച്ചപ്പോൾ സന്തോഷം തോന്നി. അങ്ങനെ 4 വർഷം അടുപ്പിച്ച് അവിടെയുള്ള മിക്ക യാക്കോബ പള്ളിയിൽ പോയി ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. അവിടെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പോകാൻ അവസരം തന്നു. ഞാൻ താമസിക്കുന്ന പനമുക്ക് പള്ളി, RC പള്ളിയുടെ ഉള്ളിൽ
യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. തൃശ്ശൂരുള്ള ലൂർദ് പള്ളിയുടെ ഫ്രണ്ടിൽ ഈസ്റ്ററിൻ്റെ അന്ന് 10,000-ലധികം ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്ന് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ദൈവം അവസരം തന്നു. ഏത് സ്ഥലത്തും ഇന്നും ദൈവം എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെരുശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അത് ഓടിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ എൻ്റെ ഇടവകയിലുള്ള ആ പനക്കമുക്ക് പള്ളിയിൽ ചെന്നപ്പോൾ അന്നുണ്ടായിരുന്ന അച്ഛൻ ചോദിച്ചു, ഡോക്ടർ RC ആണോ എന്ന് ചോദിച്ചു. തൃശ്ശൂർ RC അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ RC ആന്ന് പറഞ്ഞു. അപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ഇടവകയിൽ താമസിക്കുന്നതും അറിയപ്പെട്ടതായ ന്യൂറോ സർജൻ RC ആണ്, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല, ഇന്ന് ഈ യൂത്ത് മീറ്റിങ്ങിന് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച ശേഷം ഞാൻ മെസ്സേജൊക്കെ കൺക്ലൂഡ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ ഇന്ന് RC ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ആ RCയുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞോട്ടെ, റിയൽ ക്രിസ്ത്യൻ എന്നാണ് ഞാൻ മീൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ RC എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല, റിയൽ ക്രിസ്ത്യനാണ്. ഒരു റിയൽ ക്രിസ്ത്യനായിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം എല്ലായിടത്തും ഓടിക്കും. പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പിന്നെ അവന് പ്രമോഷൻ ആവശ്യമില്ല. യഹോവ ഈരേ, എനിക്ക് വേണ്ടി എല്ലാം തരുന്ന ദൈവം. യഹോവ നീസി, എൻ്റെ ജയക്കൊടി. യഹോവ ഷാലോം, എൻ്റെ കൂടെ എന്നും സമാധാനമായി നിൽക്കുന്ന യേശു. സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം മാത്രമേ ഉള്ളൂ. അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ നനവുകളെ സമാധാനത്താൽ കാക്കും. സമാധാനമില്ലാത്ത ഒരു ചിന്തയും ഹൃദയത്തിൽ വരികയില്ല. യഹോവ ഷമ്മ, കൂടെ ഇരിക്കുന്നവൻ. 24 മണിക്കൂറും വിട്ടുമാറാതെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ, ഞാൻ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പാട്ട് പാടുമ്പോൾ, ഞാനൊരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ, ഏത് സ്ഥാനത്തും എൻ്റെ കൂടെ വിട്ടുമാറാത്ത സൈന്യങ്ങളുടെ യഹോവയുടെ സാന്നിധ്യം ഇന്ന് ഈ സ്റ്റുഡിയോയിലുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആരെങ്കിലും ഈ സ്റ്റുഡിയോയിലുണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കും. ആരെങ്കിലും നമ്മൾ പോകുന്നിടത്തുണ്ടെങ്കിൽ അവൻ വെളിച്ചം പ്രാപിക്കും. ഇരുൾ മാറ്റാൻ നമ്മളൊന്നും ചെയ്യേണ്ട, ലൈറ്റ് ഇട്ടാൽ മാത്രം മതി. വെളിച്ചമായ ക്രിസ്തു നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. യേശു ആരാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, രക്ഷ ആരാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ദൈവസ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, വചനം എന്താണെന്ന് പറഞ്ഞാൽ മതി. തന്നെ വചനം വായിക്കും, തന്നെ സത്യം അറിയും, സത്യം അവരെ സ്വതന്ത്രരാക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യഹൂദനെ നേടേണ്ടതിന് യഹൂദനെ പോലെയും യവനനെ നേടേണ്ടതിന് യവനനെ പോലെയും എന്നുള്ള പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ഒരു മോഡൽ തന്നെയാണ് വാസ്തവത്തിൽ ഡോക്ടറുടെ ഓരോ ഇടപെടലുകളും വളരെ ശ്രദ്ധേയമാണ്. താങ്കളുടെ കുടുംബം എന്തുമാത്രം ഈ ശുശ്രൂഷയിൽ താങ്കൾക്ക് താങ്ങും തളരുമായി ഇരിക്കുന്നു? താങ്കളുടെ കുടുംബത്തെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസി ഭാര്യയായിട്ടുണ്ട്. സ്വപ്ന എന്നാണ് പേര്. കോന്നിയിൽ നിന്നാണ്. പൈനമൂട്ട് ഫാമിലി, മരിച്ചുപോയ ലേറ്റ് PC തോമസിൻ്റെ ബ്രദർ PC ജോർജിൻ്റെ മോളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു വലിയ പ്രാർത്ഥിക്കുന്ന ദൈവദാസിയായിരുന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മക്കൾ ദൈവത്തെ അറിയാൻ ഇടയായി തീർന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കോന്നിയിലൊരു സുവിശേഷ മീറ്റിങ്ങിന് പോയപ്പം ഉണ്ണാനായിട്ട് അവരുടെ വീട്ടിൽ വിളിച്ചപ്പോൾ എൻ്റെ അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞ് രക്ഷയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ്. എൻ്റെ സിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ നടക്കാൻ ഈ ഓട്ടത്തിലും തിരക്കിലും പറ്റിയ ഒരാളെ ദൈവം പഠിപ്പിച്ചു തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനമായി 3 മക്കളെ തന്നു. മൂത്ത മോൻ ആബ്നർ കോവൂർ ഇന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. താൻ MBBS പാസ്സായ ശേഷം അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോഴാണ് എൻ്റെ അപ്പച്ചൻ ഏപ്രിൽ മാസം മരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, അമ്മ തന്നെയുള്ളൂ, കാമ്പാ തിരുവല്ലയിലേക്ക് നീ മടങ്ങി വരണം. ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും മടിക്കാതെ അവൻ തൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഇപ്പോഴിവിടെ ഉണ്ട്. USMLE ക്ലിയർ ചെയ്ത ശേഷം അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാൻ രണ്ടാമത്തെ മൂത്ത മോളുടെ പേര് അബിഗെയിൽ എന്നാണ്. അവൾ അബിഗെയിൽ, ആബ്നർ, അബിഗെയിൽ, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുള്ള പേരാണ്. അവളിപ്പം BDS കഴിഞ്ഞ് മിഷൻ ഹോസ്പിറ്റൽ, ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ്റെ കീഴിൽ മിഷൻ ഹോസ്പിറ്റലിൽ ഡെറാഡൂണിനപ്പുറത്ത് മസൂരിയിൽ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അവളും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലാണ്. ഇവരെല്ലാവരും പാട്ട് പാടുകയും വചനം പഠിപ്പിക്കുകയും ശുശ്രൂഷയിൽ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇളയ മോളുടെ പേര് അബലീൻ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഡെൻറ്റിസ്ട്രി കഴിഞ്ഞ് കർണാടകയിൽ നിന്ന് പാസ്സായി അടുത്ത മാസം വീട്ടിലേക്ക് വരുന്നു. അടുത്ത പടി എന്ത് ചെയ്യണമെന്നുള്ളത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ പ്രസംഗങ്ങളിൽ, പഠിപ്പിക്കലുകളിൽ, ക്ലാസ്സുകളിൽ, ധ്യാനങ്ങളിലൊക്കെ ഏറ്റവും അധികമായിട്ട് ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒന്ന് വിവരിക്കാമോ? ഒന്ന്, ഏറ്റവും പ്രധാനം ദൈവം സ്നേഹമാണ്. സ്നേഹം ദൈവമല്ല, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മനുഷ്യനെയാണ്.
സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇന്നും ഏത് വ്യക്തിയും എത്ര വലിയ തിന്മയിലാണെങ്കിൽ പോലും അവൻ്റെ തിന്മയല്ല ദൈവം നോക്കുന്നത്, അവനെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം, തിന്മയെ മാറ്റി നന്മയെ ഒഴുക്കാൻ കഴിയുന്ന ഒരു ദൈവം, പിശാചിൻ്റെ എല്ലാ പ്രവർത്തികളെയും അഴിക്കുവാൻ ദൈവപുത്രൻ വന്നു. ഇന്ന് പിശാച് പ്രവർത്തി കൂടുതലുണ്ടാക്കുമ്പോൾ അതിനെ കണ്ട് പേടിച്ച് അതിന് കൂട്ടുകെട്ടാതെ അതിനെ അഴിക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ തീവ്ര ആഗ്രഹം ദൈവത്തിൻ്റെ ശക്തി എല്ലാവരും അറിയണം, ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരും അറിയണം. പഴയ നിയമത്തിൽ വർഷത്തിലൊരിക്കലേ മഹാപുരോഹിതന് കൃപാസനത്തിൻ്റെ അടുക്കൽ പോകാൻ പറ്റിയിരുന്നുള്ളൂ, കൂറുപ്രകാരം വളരെ സൂക്ഷിച്ച്. ഇന്ന് യേശുവിൻ്റെ കാൽവറി മരണത്തോടെ കൃപാസനം നമുക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനിയും നമ്മൾ പ്രാകാര ക്രിസ്ത്യാനികളല്ല. പാപിയായ എന്നോട് കരുണ തോന്നണമെന്നും പറഞ്ഞ് എന്നും പാപിയായിട്ട് വെളിയിൽ നിന്ന് കരയേണ്ടിവരല്ല. രക്ഷയിലേക്ക് കടന്നു വന്ന് ദൈവസ്നേഹം അനുഭവിച്ച് ഒരപ്പൻ മകൻ എന്നുള്ള ബന്ധത്തിൽ വന്ന് ധൈര്യത്തോടെ അതിവിശുദ്ധ സ്ഥലത്ത് വന്ന് കൃപാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് അനുഗ്രഹം ഏറ്റെടുക്കേണ്ടതാണ്. ഈ സംഭവം, ഈ വിഷയം എല്ലാവരും ഒരുപോലെ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ അവകാശം, അവരാരാണ്, ദൈവം എന്താകാനാണ് ആഗ്രഹിക്കുന്നത്, ഇതറിയണം എന്ന് 100% എൻ്റെ ആഗ്രഹമാണ്. എല്ലാവരും അറിയണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ്. ദൈവത്തിന് നമ്മളെ സ്നേഹമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ ദൈവം എനിക്കൊരു ഹോസ്പിറ്റൽ തന്നെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നടന്നപ്പം ദൈവം വിചാരിച്ചൊരു ആശുപത്രി തരാമെന്ന്. ഇന്ന് അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ആരാധനയുണ്ട്. ആരാധനയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 10-12 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ആരാധനയാണ്. ഞാൻ ആദ്യം പാസ്റ്റർ ആകുന്നത് MBBS പഠിക്കുമ്പോഴാണ്. ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിലെ ലുധിയാനയിൽ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ പെട്ടെന്ന് 2 മാസത്തേക്ക് അമേരിക്കയ്ക്ക് പോയി. 7 പേരുള്ള ഒരു ചർച്ച് ഞാൻ ജോയിൻ ചെയ്തത് 70 പേരായിട്ട് മാറി. ആത്മനിറവും അഭിഷേകവും സ്നാനവും ഒക്കെയുള്ള നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന. അന്നത്തെ കാലഘട്ടത്തിൽ ആരോട് ചോദിച്ചാലും അറിയാം, CMC ലുധിയാനയിൽ വൈലി സ്കൂളിൻ്റെ ഉള്ളിൽ ആരാധിച്ച ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ആരാധന. ആ ആരാധന മധ്യത്തിൽ നിന്ന് ഒരു മിഷണറിമാർ അനേകരുണ്ടായി. ഈ പാസ്റ്റർ പെട്ടെന്ന് പോയപ്പോൾ ബോംബെ സെൻറ്ററുമായിട്ടായിരുന്നു കണക്ഷൻ. ആർക്കും ഒരു പാസ്റ്റർ വരാനില്ല. അപ്പം MBBS പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു ശുശ്രൂഷ എൻ്റെ തലയിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം എന്നെക്കാട്ടിലും പ്രായമുള്ളവരും ചെറുപ്പക്കാരും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ശുശ്രൂഷയിൽ കൊണ്ടു നടക്കേണ്ടതെന്ന് ഒരു ബൈബിൾ കോളേജ് ട്രെയിനിങ്ങും ഇല്ലാതെ വേറെ ഒരു പ്രത്യേകമില്ലാതെ ദൈവകൃപ കൊണ്ട് മാത്രം പഠിക്കാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞൊരു പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ചല്ല ഞാൻ വന്നത്. തൃശ്ശൂർ വന്നപ്പോൾ ഒരു ഇംഗ്ലീഷ് സർവീസ് തുടങ്ങണം എന്ന് അവിടെ ഉള്ളൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോടു കൂടെ ചേർന്നാണ് ഇംഗ്ലീഷ് സർവീസ് തുടങ്ങിയത്. അത് വലുതായിട്ടൊരു സഭയായി. ഇപ്പോൾ 2-3 സർവീസായി, ആരാധിക്കാൻ ഒത്തിരി പേരായി. അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്ത് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അത് വളർത്തിയെടുത്തതാണ്. ഒരൊറ്റയടിക്ക് എൻ്റെ ഒരു പ്ലാനിൻ പ്രകാരം ഒന്നും ഉണ്ടായതല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഉണ്ടായതാണ്. ലോകം മുഴുവൻ അങ്ങയുടെ അനുഭവങ്ങൾ ശ്രവിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളൊരു സന്ദേശം പങ്കിടാവും. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യേശു വേഗം വരുന്നു. യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോയാൽ നല്ലത്, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു വരാൻ പോകുന്നെന്നുള്ളതിൻ്റെ സകല ലക്ഷണങ്ങളും റെഡിയായി കഴിഞ്ഞു. മശിഹായ്ക്ക് വേണ്ടി യഹൂദന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. യഹൂദ അവരുടെ ടെമ്പിൾ, അവരുടെ ദേവാലയം അധികം വയ്യാതെ പണിയാൻ പോവുകയാണ്. അന്തിക്രിസ്തു വെളിപ്പെടാൻ പോവുകയാണ്. അന്തിക്രിസ്തുവിൻ്റെ വെളിപാടിന് മുമ്പ് സഭ എന്താണേലും ഈ ലോകത്തിൽ നിന്ന് നീങ്ങണം. എന്താണേലും പരിശുദ്ധാത്മാവും സഭയും എടുക്കപ്പെടും. കാഹളം ധ്വനിക്കും. 1 തെസ്സലോനിയർ 4:16-17 പറയുന്നത് പോലെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം, പിന്നെ ജീവനോടിരിക്കുന്ന നാം അവനോടുകൂടെ മധ്യാകാശത്തിൽ പോകും. ആർ യു റെഡി ടു ഗോ ആൻഡ് മീറ്റ് ക്രൈസ്റ്റ് ഇൻ മിഡ് ഹെവൻസ്? മധ്യാകാശത്തിൽ യേശുവിനെ കാണുവാൻ നീ തയ്യാറാണോ? കാഹളം ധ്വനിക്കാറായി. മധ്യാകാശത്തിൽ യേശുവിനെ കാണുവാൻ നീ തയ്യാറാണോ? കാഹളം ധ്വനിക്കാറായി. ഗെറ്റ് റെഡി. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ നിറച്ച് എക്സ്ട്രാ എണ്ണയെടുത്ത് ആത്മാവിൻ്റെ നിറവിൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അധികം വൈകിയില്ല. ഗോഡ് ഈസ് നിയർ, ജീസസ് ഈസ് നിയർ. ലെറ്റ്സ് ബി റെഡി ടു മീറ്റ് ഹിം. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വളരെ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളോടുകൂടി സഹകരിച്ചതിന് പ്രത്യേകം ദൈവം ധാരാളം ഉപയോഗിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ഇൻവിറ്റേഷൻ. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യുവർ ഫാമിലി, ഗോഡ് ബ്ലെസ് യുവർ മിനിസ്ട്രി. ഇറ്റ്സ് വണ്ടർഫുൾ ബീയിങ് വിത്ത് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. അമ്മയുടെ ഉദരത്തിൽ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കും
ന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നു എന്നുള്ള അതിമഹത്തായ രഹസ്യമാണ് ഡോക്ടർ ജോർജ് കോവൂരിൻ്റെ ജീവിത അനുഭവം. ഞാൻ നിന്നെ പലർക്കും ഒരത്ഭുതമാക്കിയിരിക്കുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയരെ, തൻ്റെ ജനനം തന്നെ ഒരത്ഭുതമായിരുന്നു. ഒരിക്കലും സൗഖ്യം കിട്ടുകയില്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ആ പ്രാർത്ഥനയുടെ ശക്തി എത്രയോ വലുതാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കത്തക്ക നിലയിൽ ദൈവം തൻ്റെ മകനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. എത്രയോ മരണം തന്നെ വേട്ടയാടി തന്നെ തേടി വന്നു. അവിടെയെല്ലാം മരണദൂതനെ തട്ടിമാറ്റി ദൈവത്തിൻ്റെ ദൂതന്മാർ അനുദിനം യഹോവയുടെ മക്കൾക്ക് ചുറ്റും, അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സൈന്യം, ബറ്റാലിയൻ ഉണ്ട് എന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ അനുഭവിച്ചറിയാനായിട്ട് ദൈവം ഇടയാക്കി. യോസഫിൻ്റെ കയ്യിൽ ദൈവം പിടിച്ച് യോസഫിനെ പടിപടിയായി നടത്തുന്നത് പോലെ തടസ്സങ്ങൾ ദൈവം എടുത്തു മാറ്റി, ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രക്കഥകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ മുറിച്ച്, ചെങ്കടൽ പിളർത്തി തൻ്റെ മക്കളെ നടത്തിയതുപോലെ പ്രിയ ഡോക്ടറെ ദൈവം കൈപിടിച്ച് നടത്തി. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് സുവിശേഷം വിളമ്പിക്കൊടുക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ ഒരു ഉത്തമ ഭടനാക്കി ദൈവം മാറ്റി. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. കുഞ്ഞെ, സഹോദര, സഹോദരി, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുമോ? ഡോക്ടർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിൾ വാക്യങ്ങളിലൊന്നാണ്, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, എന്നാൽ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവ സാധിപ്പിച്ചു തരും. നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ വഴി ദൈവത്തിൻ്റെ കൈകളിൽ കൊടുക്കാം. നമ്മുടെ ജീവിതം ഭദ്രമാകും, നമ്മുടെ ഭാവി ഭദ്രമാകും. ഒരു ശുഭഭാവി, ഒരു ശുഭയാത്ര, ഒരു അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം